ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നേ കുറച്ച് ചക്കപ്പഴം ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ ഈ ചക്കപ്പഴം കൊണ്ട് നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പോവുകയാണേ. ആദ്യം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിനെ ഒരു ചുളയെ ഞാനൊരു 3-4 ആയിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാനായി ഞാനിവിടെ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ചേർക്കുവാണേ. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയെടുക്കാം. വെള്ളമൊക്കെ നമ്മൾ നോക്കി കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. വല്ലാതെ ലൂസായി പോകരുത്. കുറച്ച് കട്ടിയുള്ള ഈ ഒരു രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഈ മാവിന് ആവശ്യമായിട്ടുള്ളത്. വല്ലാതെ ലൂസായി പോകരുത്. ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ കലക്കിയെടുക്കാം. കട്ടയൊക്കെ ഉടച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ചക്കച്ചുള ഇതിലേക്ക് ചേർക്കാം. ഇങ്ങനെ ഒരുമിച്ച് ചേർക്കാതെ ഓരോന്നായിട്ട് എടുത്ത് അതിൽ ബാറ്ററിൽ മുക്കി പൊരിച്ചാലും മതി. അതല്ലെങ്കിൽ ഇങ്ങനെ ആദ്യം തന്നെ ചേർത്ത് ഇളക്കി വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടായി വന്നു. ചൂടായ എണ്ണയിലേക്ക് നമ്മളിത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇടുവാണേ. ആ ബാറ്ററിൽ മുക്കിയ ചക്കച്ചുളയാണ് ഇതിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി അത് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞു വന്നാൽ മതി. ഞാനിവിടെ ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെച്ച് തിരിച്ചു മറിച്ചു നോക്കിയിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം തിരിച്ചിട്ടതാണ്. ഇത് കണ്ടാൽ ശരിക്കും പഴംപൊരി പോലെ തന്നെ ഉണ്ട്. ഇത് നമ്മൾ ഏത്തപ്പഴത്തിന് പകരം നമ്മൾ ചക്കപ്പഴമാണ് എടുക്കുന്നതെന്നേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടിത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊക്കെ ആവുമ്പോഴേക്കും ഇനി കരിഞ്ഞു പോകും. അതിന് മുന്നേ ആയിട്ട് ഇനി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി വരുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. വീണ്ടും അപ്പോൾ തന്നെ ഞാൻ അടുത്ത ബാച്ച് ഇട്ടുകയാണ്. ഇങ്ങനെ നമുക്കിത് മുഴുവനും ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് പൊരിച്ച ആ ചക്കപ്പഴത്തിൻ്റെ പൊരിയാണ് ഈ കാണുന്നത്. പണ്ട് ഞങ്ങളുടെ അമ്മൂമ്മ ഇങ്ങനെ പൊരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിലാണ് ഞാനിത് ചെയ്തത്. അല്ലാതെ ഇതങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. നല്ല നല്ല കിലുകിലാന്ന് ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഉള്ളിൽ പക്ഷേ ആ ചക്കപ്പഴം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കപ്പഴത്തിൻ്റെ പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.